ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ദില്ലിയിലെ വസന്തകുഞ്ചിലെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും അടക്കം അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിൽ ദില്ലിയിൽ മഴ പെയ്യുകയാണ്. ആ മഴയെ അവഗണിച്ചും നിരവധി പേർ നേരത്തെ JNUവിലും അതിന് മുമ്പ് എയിംസ് ആശുപത്രിയിലും എത്തിച്ചേർന്നു. എയിംസിൽ നിന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ളവർ ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ആണ് JNUവിൽ പൊതുദർശനത്തിനായി കൊണ്ടുവരികയും ചെയ്തു. ഒരു മണിക്കൂറോളം JNU ക്യാമ്പസിൽ, JNUവിൻ്റെ അദ്ദേഹം പഠിച്ചിരുന്ന അതേ ക്യാമ്പസിൽ അവിടെ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തു. നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വസന്തകുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയാണ് അവിടെ വസന്തകുഞ്ചിൽ ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ തന്നെ ആയിരിക്കും, വീട്ടിൽ തന്നെ ആയിരിക്കും. അതിനുശേഷമാണ് നാളെ രാവിലെയോടുകൂടി AKG ഭവനിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു പൊതുദർശനം എന്ന സ്വഭാവത്തിൽ അവിടെ ഇല്ല കാര്യങ്ങൾ, പക്ഷേ അവിടെ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? പാർട്ടി നേതാക്കൾ, ഒപ്പം തന്നെ ബന്ധുക്കളടക്കം. ഇല്ല എങ്കിൽ പോലും എല്ലാ നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി ഗവർണറും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ പോളിറ്റ് അംഗം ബൃന്ദ കാരാട്ട്, വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരും MP മാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, KA റഹീം, V ശിവദാസൻ ഉൾപ്പെടെയുള്ളവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ സീതാറാമിന്റെ വസതിയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോഴും ദില്ലിയിൽ കനത്ത ഒരു മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ കനത്ത മഴയിലും ഇവിടേക്ക് എല്ലാ നേതാക്കളും അവരുടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിജു. ശരി വിഷ്ണു, ഏതായാലും വലിയ തരത്തിലുള്ള ഒരു വിങ്ങൽ സഖാക്കളുടെ മുഖങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. നേരത്തെ JNUവിലടക്കം എത്തിച്ചേർന്ന നൂറുകണക്കിന് പേർ, അത് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ മുതൽ അദ്ദേഹത്തിനൊപ്പം പഠിച്ചിരുന്നവർ വരെ ആ അവസാനം ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി JNUവിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ആ JNU എന്ന് പറയുന്ന ക്യാമ്പസിൽ കണ്ട ഏറ്റവും പ്രതിഭാധനനായ വിദ്യാർത്ഥി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ പല മനോഹര മസ്തിഷ്കങ്ങളെയും വാർത്തെടുത്ത JNU, അവിടെ അങ്ങനെ വാർത്തെടുക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രമുഖനായ, രാജ്യത്തെ പിന്നീട് 140 കോടി വരുന്ന ജനങ്ങളുടെ ഭാഗതയത്തെ നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM, അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം എടുത്ത നിലപാടുകളാണ് ഇന്നും രാജ്യത്ത് വളരെ കൃത്യമായ ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വിവരാവകാശ നിയമമായാലും ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി ആയാലും അതിൻ്റെ എല്ലാം പിന്നിലെ ആണിക്കല്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയും തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിന് വിരോചിതമായ ഒരു അന്തിമോപചാരമാണ് JNUവിൽ, അദ്ദേഹം പഠിച്ചിരുന്ന JNU ക്യാമ്പസിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും അത് സഹപാഠികളും പുതിയ കാലത്തെ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളൊക്കെ നൽകുകയും ചെയ്തത്.